എന്തുകൊണ്ടായിരിക്കാം ആമയിലെ സോളമനെയും ലൂയി പാപ്പനെയും കുമരംഗിരിയും ഒക്കെ നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്? വെനീസിലെ വ്യാപാരിയിലെ മമ്മൂക്കയുടെ കഥാപാത്രത്തെയും ആ വെനീസിലെ വ്യാപാരിയിലെ സിനിമയിലെ ഒട്ടുമിക്ക കാഴ്ചകളും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആഴത്തിൽ പതിയാനുള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് കാവാലം എന്ന ഈ കൊച്ചു ഗ്രാമമാണ്. വെനീസിലെ വ്യാപാരിയിൽ സലീം കുമാർ ഏട്ടൻ വന്നിറങ്ങുന്ന ആ പേർഷ്യന്നൊക്കെ വന്നിറങ്ങുന്ന ആദ്യത്തെ സ്പോട്ടായത്. ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ബാക്കിലുള്ള ആ കടയിൽ വെച്ച് ആളുകൾ കമലഹാസൻ എന്തേ പേർഷ്യന്ന് വന്നേ എന്ന് പറഞ്ഞ് സലീം കുമാർ ഏട്ടനെ വരവേൽക്കുന്നത്. നമ്മുടെ തൊട്ട് ഇപ്പുറത്ത് കാണുന്ന ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. ഇവിടെ നിന്നുകൊണ്ടാണ് വെനീസിലെ വ്യാപാരിയിൽ മമ്മൂക്ക സ്വന്തമായിട്ടൊരു ഹൗസ് ബോട്ട് തുടങ്ങിയിട്ട് അത് കുറച്ച് ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ചായക്കടയിലുള്ള ജുവലുമായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സംഭാഷണം പോലെ കാണിക്കുന്നത്. അപ്പം അതെല്ലാം ഈ കെട്ടിടത്തിൽ വെച്ചാണ്. വേറെ ഏതെങ്കിലും ഒരു നടന്മാരുടെ അടുത്ത് ഒരു സെൽഫി എടുക്കാനാണെങ്കിൽ നമ്മളിവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം. പുള്ളിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് കലിപ്പ. ഷോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണെങ്കിലും പുള്ളിയോട് എന്തെങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്ത് ഒരു കാറ്റത്തൊക്കെ വലിയ വള്ളത്തിലോട്ട് കയർ കെട്ടി വെച്ചിട്ട് കാറ്റത്തൊക്കെ ഷോട്ട് എടുക്കുക. ഒരു 10 പ്രാവശ്യമായി കഴിയുമ്പോൾ പോടാന്ന് പറഞ്ഞു. അതായത് പുള്ളിയുടെ ആ ഒരു കലിപ്പ്. നടന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മനുഷ്യനോട് ബന്ധമില്ലാത്ത ഒരു മനുഷ്യൻ പുള്ളി മാത്രമേ ഉള്ളൂ. അതിനകത്ത് ആട്ടിറച്ചി വരെ അവർക്ക് വേണ്ടി കഴിക്കാനുള്ള ആട്ടിറച്ചി വരെ റെഡിയാക്കി കൊടുത്തവനാണ് ഞാൻ. തമിഴ്നാടൻ വിജയ സേതുപതിയുടെ ഒരു പടം. അതായത് ഇത്ര സിനിമാ നടന്മാരുടെ കൂട്ടത്തിൽ ഇത്ര ഒരു നല്ല മനുഷ്യൻ ഈ ലോകത്തില്ല. അതായത് എനിക്ക് അത് ഇതുപോലെ ഞങ്ങളെ വള്ളത്തിൽ ഇഷ്ടം പോലെ ആൾക്കാർ, എവിടെ നിന്നെല്ലാം ആൾക്കാർ വരുന്നു, ഞങ്ങൾക്ക് തന്നെ ലക്കുംപെടുന്നു. മലയാളിയോട് മലയാളത്തിൽ സംസാരിക്കുക. അതായത് സിനിമാ നടന്മാരുടെ കൂട്ടത്തിൽ ഒഴുകി സംസാരിക്കുന്ന പുള്ളി മാത്രമേ ഉള്ളൂ. ആ വള്ളത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് ഞാൻ പറയും ഇത്ര രൂപ ഒരു വള്ളം വേണമെങ്കിൽ 50,000 രൂപയുടെ ചെക്ക് എഴുതി അപ്പോഴേ തരിക വള്ളം മേടിക്കുക. ആദ്യത്തെ സിനിമ കാവാലം ചുണ്ടൻ എന്ന് പറയും. ആ സിനിമയാണ് ഇവിടെ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിയുടെ രാവിലത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിന് മുന്നായിട്ട് ഒരു ഗ്ലാസ് പാല്, 2 പൂവമ്പഴം, ഇതാണ് പുള്ളി ഷൂട്ടിന് കയറുന്നതിന് മുന്നേ കൊടുക്കുന്നത്. ഒരു അരമണിക്കൂർ മമ്മൂട്ടിയുടെ ഞങ്ങൾ ഇവിടുന്ന് കായലിൽ ചെന്നപ്പോൾ അവിടെ പുള്ളിക്ക് ഫുഡുമായിട്ട് വന്നിരിക്കുന്നത് 3 കുറ്റി പുട്ട്, 2 കൊഞ്ച് കറി, 3 താറാമുട്ട. വലിയ ഒരു ആഹാരത്തിൽ പെട്ടതാണ് മണിപ്പുട്ടെന്ന് പറയുന്നത്. അതാണ് പുള്ളിയുടെ പ്രാധാന്യ ആഹാരം. 5,000 രൂപ എനിക്ക് പാരിതോഷികമായിട്ട് തരുന്നു. അങ്ങനെ ആ കാശ് മേടിച്ച് സന്തോഷമായിട്ട് ഗുഡ് ബൈയും പറഞ്ഞ് പോയി. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി മരിച്ചും പോയി. അല്ലെ ഒരു ക്യാമറയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ അങ്ങ് ഇറച്ചി കയറുക. അതായത് അവരെ ക്രൂശി കയറ്റി കാശ് മേടിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ ആൾക്കാർ. മോഹൻലാൽ വന്നിട്ടില്ല. മോഹൻലാൽ ആയിരപ്പുറം നടക്കുമ്പോഴത്തേക്ക് ഇവിടെ രാത്രി 12 മണിക്കൊന്ന് വന്ന് ചുമ്മാ പുള്ളി വന്ന് ആ ചാല 1954 പണിത പാലമാണിത്. ചേട്ടാ, ഇവിടെ ആദ്യം ഈ പാലം ഉപയോഗിക്കുന്ന സിനിമ ആദ്യം ഈ പാലം ഉപയോഗിക്കുന്ന സിനിമ കരിമാടിക്കുട്ടൻ. വെനീസിലെ വ്യാപാരിക്കകത്ത് ഇവിടെ 2 നില കെട്ടിടം ഉണ്ടാക്കിയത്. മണിച്ചേട്ടനുമായിട്ട് കൂളായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഷോട്ടിനിടയ്ക്ക് എന്നോട് പറയാൻ നമുക്ക് മധുരക്കള്ള വേണം എന്ന്. മണിയമ്പിള്ള രാജുവിന് ആമയിറച്ചിയും കള്ളും മതി. അതുപോലെ തന്നെ മദ്യപിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു വണ്ടി ആക്സിഡന്റ് ഇപ്പോഴും മരിക്കാതെ കിടക്കുന്ന ജഗതി ശ്രീകുമാറും മദ്യപിക്കുന്നതിനകത്ത് യാതൊരു ദാക്ഷിണ്യവും. അതുപോലെ തന്നെ മധുരക്കള്ള കുടിക്കുന്ന ഒരു മനുഷ്യനും കൂടെ ഉണ്ട്, ഒരു നടൻ. അതായത് സിനിമാ നടന്മാരുടെ കൂട്ടത്തിൽ മെയിൻ പുള്ളി ജയറാം. ഞാൻ ഉറും പരിച്ചു കൊടുത്തോണം പുള്ളി കഴിക്കും. പുള്ളി ആട്ടുംകുട്ടി, അതായത് കുഞ്ചാക്ക ബോബൻ അവർക്ക് വേണ്ടി ഒരു ഹൗസ് ബോട്ട് കൊണ്ടുവന്നു, അവർക്ക് വേണ്ടി മാത്രം. അതുപോലെ മമ്മൂട്ടി വരുമ്പോൾ മമ്മൂട്ടിക്ക് പുള്ളി പറയാൻ വേണ്ടി ഞാൻ സ്വന്തമായിട്ട് തുഴഞ്ഞോളാം എന്ന് പറയും. പുള്ളി ആ സ്വന്തമായിട്ട് തുഴഞ്ഞ് തന്നെ ഷോട്ട് എടുക്കുക. കുട്ടനാട് എന്ന് പറയുമ്പോൾ തന്നെ സിനിമകളിൽ ഏറ്റവും ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു കൊച്ചു ഗ്രാമവും ഇവിടുത്തെ കുറേ സ്ഥലങ്ങളും തന്നെയായിരിക്കും. മുരുക്കൻ്റെ ബിൽഡിങ്ങും മുരുക്കൻ തറവാടും അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള കുറേ കൊച്ചു കൊച്ചു കടകളും. അപ്പോൾ ഇതൊക്കെ സിനിമയുടെ ഭംഗി കൂട്ടാൻ വേണ്ടി വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിലും നസീർ സാറും മമ്മൂക്കയും ജയറാമും അങ്ങനെ ഒട്ടനവധി നടന്മാരാണ് കുട്ടനാട്ടിലെ ഈ കൊച്ചു ഗ്രാമത്തിൽ വന്ന് സിനിമ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഇവിടുത്തെ ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് കണ്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ സ്ഥലം നിങ്ങൾക്കെല്ലാം ഭയങ്കര പരിചിതമായിരിക്കും. കാരണം ഇത് ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ളതാണ്. ഏറ്റവും എടുത്തു പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദിരാത്രിയിൽ ബിജു മേനോൻ ചേട്ടൻ നടന്നു പോകുന്ന ഒരു വഴിയായത്. വെനീസിലെ വ്യാപാരിയിൽ സലീം കുമാർ ചേട്ടനെ കാണുമ്പോൾ
കമലാസനൻ പേർഷ്യ എന്ന് വന്നതെന്ന് പറയുന്ന ഒരു രംഗമൊക്കെ അത് ഈ ഒരു സ്ഥലത്ത് നിന്ന് കൃത്യമായിട്ട് എടുത്തിരിക്കുന്നത്. ഈ കട ഇത് ഭയങ്കര ഫേമസ് ആയിട്ടൊരു കട, ഇപ്പം അടച്ചിട്ടേക്കുവാണ്. പക്ഷേ അതായത് നമ്മുടെ ആമേൻ സിനിമയിൽ ഇന്ദ്രജിത്ത് വന്നിറങ്ങുന്ന കുമരംഗിരിയെയും സോളമനെയും ലൂയിപ്പാപ്പനെയും എല്ലാം രക്ഷിക്കാനായിട്ട് നമ്മുടെ ഈ കുമരംഗിരിയിലേക്ക് എത്തുന്ന ആ രംഗത്ത് ആദ്യമായിട്ട് വന്ന് സോഡ കുടിക്കുന്ന ഒരു നാരങ്ങ സോഡ എന്നൊക്കെയാണ് പറയുന്നത്, ആ കട ഇതാണ്. ഇവിടെ നിന്നാണ് ആ തുടങ്ങുന്നത്. അങ്ങനെ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ വന്ന് നിൽക്കുന്ന സമയത്ത് വലിയൊരു ഡൈവേർഷൻ കൊടുക്കുന്ന ഒരു രംഗം ഈ കടകൾ തന്നെയാണ് സിനിമയിൽ കാണിക്കുന്നത്. ദേ ആ ബോട്ട് ചെട്ടി കണ്ടോ? ഈ ബോട്ട് ചെട്ടിയിലാണ് കാവാലത്തേക്ക് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ വന്നിറങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ബോട്ട് ചെട്ടി ഇതാണ്. എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ആമേൻ സിനിമയിൽ ഇന്ദ്രജിത്ത്, അതായത് കർത്താവായിട്ട് ഗീവർഗീസ് പുണ്യാളനായിട്ട് ആദ്യമായിട്ട് എത്തുന്ന രംഗം ഈ ബോട്ട് ചെട്ടിയിലാണ് തുടങ്ങുന്നത്. പിന്നെ വെനീസിലെ വ്യാപാരിയിൽ സലീംകുമാർ ഏട്ടൻ വന്നിറങ്ങുന്ന ആ പേർഷ്യ എന്നൊക്കെ വന്നിറങ്ങുന്ന ആദ്യത്തെ സ്പോട്ടായത്. ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ബാക്കിലുള്ള ആ കടയിൽ വെച്ച് ആളുകൾ കമലഹാസൻ എന്തേ പേർഷ്യ എന്ന് വന്നേ എന്ന് പറഞ്ഞ് സലീംകുമാർ ഏട്ടനെ വരവേൽക്കുന്നത്. അപ്പൊ അത്രയും കോമഡി ഉള്ളൊരു സ്ഥലമായിരുന്നു ഇത്. ഈ ബോട്ട് ചെട്ടി ഉണ്ടല്ലോ, കുട്ടനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബോട്ട് ചെട്ടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിനിമയിലും മെയിൻ താരങ്ങൾ വന്നിറങ്ങുന്ന ഒരു ബോട്ട് ചെട്ടിയാണ്. നമ്മൾ തൊട്ട് ഇപ്പുറത്ത് കാണുന്ന ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. ഇവിടെ നിന്നുകൊണ്ടാണ് വെനീസിലെ വ്യാപാരിയിൽ മമ്മൂക്ക സ്വന്തമായിട്ടൊരു ഹൗസ് ബോട്ട് തുടങ്ങിയിട്ട് അത് കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആളുകളുമായിട്ട് സംസാരിക്കുന്ന ഒരു സീനും ഇതിങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പം ആ ഒരു രംഗം ശരിക്കും ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് സിനിമയുടെ ഭാഗ്യ ലൊക്കേഷനാണ് ഇതെല്ലാം, ഈ കാണുന്നതല്ല. എൻ്റെ പിന്നിൽ കാണുന്ന ഈ പാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള ഒരു പാലം കേട്ടോ. കുട്ടനാടൻ മാർപ്പാപ്പ, വെനീസിലെ വ്യാപാരി, പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടികളും, അങ്ങനെ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള ഒരു പാലമാണ്. ഈവൻ വിജയ് സേതുപതി വന്ന് മാമനിതനിൽ അഭിനയിച്ചിട്ടുള്ള ഒരു പാലം കൂടിയാണിത്. വിജയ് സേതുപതി വന്ന് കടയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആ ബിൽഡിംഗ് ആണ് ഈ നമ്മുടെ ഈ സൈഡിൽ കാണുന്നത്. ഈ പാലത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ 1954 ഈ പാലം നിർമ്മിച്ചത്. ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോഴത്തേന് ഏറെക്കുറെ ഒരു 70 വർഷം ആയിട്ടുണ്ട് ഈ പാലത്തിന്. ഒരുപാട് സിനിമകൾ, നസീർ സാറിൻ്റെ സിനിമകൾ, മധു സാറ്, അങ്ങനെ ഒരുപാട് സത്യമാഷിൻ്റെ സിനിമകൾ, അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്തിട്ടുള്ള ഒരു പാലമാണ്. ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ പാലം. ബിജു മേനോൻ ചേട്ടൻ ആദ്യരാത്രി സിനിമയിൽ നടന്നു പോകുന്ന ഒരു പാലത്തിൻ്റെ രംഗങ്ങളെല്ലാം ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആമേൻ്റെ ഫഹദ് ഫാസിൽ കുറച്ചധികം സിനിമകളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പാലമാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് കാവാലം കാണാൻ, കാവാലത്തിലെ ഈ മുരുക്കൻ ബിൽഡിങ്ങും കൊച്ചു കടകളും എല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ്. ശരിക്കും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഭംഗിയാർന്ന ഒരു സ്ഥലം തന്നെയാണ് കാവാലവും അതുപോലെ തന്നെ കാവാലത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട പാലവും. ഫഹദ് ഫാസിലിൻ്റെ ആമേനും വിജയ് സേതുപതിയുടെ മാമനിതനും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ അതിൽ ചെറിയൊരു ബന്ധമുണ്ട്. അതിന് ഏറ്റവും വലിയ ബന്ധം ഈ ബിൽഡിങ്ങാണ്. മാമനിതൻ എന്ന സിനിമയിൽ വിജയ് സേതുപതി ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ചായക്കടയിലുള്ള ജുവലുമായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സംഭാഷണം പോലെ കാണിക്കുന്നത്. അപ്പം അതെല്ലാം ഈ കെട്ടിടത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിരുന്നത്. ആമേൻ എന്ന സിനിമയിലെ ഗീവർഗീസ് ബാൻഡ് സംഘം ഇതിൻ്റെ മുകളിൽ നിന്നാണ് മറ്റേ ബാൻഡ് സംഘത്തെ അടിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത്. ലൂയിപ്പാപ്പനും സോളമനും ഇന്ദ്രജിത്തും അങ്ങനെ ഒരുപാട് പേര് മുകളിൽ നിന്നായിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ട്. അങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ള ബിൽഡിംഗ് ആയിരുന്നു ഈ കാണുന്നത്. ഈ അടുത്തിറങ്ങിയിട്ടുള്ള കൊവർട്ടി എന്ന് പറയുന്ന സിനിമ, രജീഷ വിജയനൊക്കെ നായികയായി എത്തിയ സിനിമ ഇവിടെ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. അതിൻ്റെ കുറേ ഓഫീസിൻ്റെ അകത്തുള്ള രംഗങ്ങളെല്ലാം ഈ ഒരു ബിൽഡിങ്ങിനകത്ത് വെച്ച് തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. കായൽ രാജാവ് എന്നറിയപ്പെടുന്ന മുരുക്കൻ്റെ ആയിരുന്നു ഈ ബിൽഡിംഗ്. ആ കാലത്ത് ഇതൊരു പഞ്ചായത്ത് ഓഫീസായിരുന്നു. ശേഷം ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ളൊരു ബിൽഡിംഗ് കൂടിയായിരുന്നു. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഏകദേശം ഈ ബിൽഡിങ്ങിന് ഒരു 10-80 വർഷം പഴക്കമുണ്ടെന്നാണ്. വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് ഏകദേശം ഈ പൊക്കത്തിനടുപ്പിച്ച് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. അതാണ് ഈ കെട്ടിടം ഇത്രയും നശിച്ചു പോകാനും കാരണം. ഇവിടെ വന്നപ്പോൾ ആദ്യം പരിചയപ്പെട്ട ഒരു ചേട്ടനായിരുന്നു സണ്ണി ചേട്ടൻ. അപ്പോൾ സണ്ണി ചേട്ടന് ഇവിടുത്തെ മുരുക്കൻ രാജാവിൻ്റെ കഥകളും മറ്റുമൊക്കെ അറിയാം. എൻ്റെ ഓർമ്മ ഞാനൊരു 100 പ്രാവശ്യം ആ വീടിൻ്റെ പടിക്കൽ കൂലി വാങ്ങാൻ പോയിട്ടുണ്ട്. ഇപ്പം കട്ടകുത്തുന്ന കൂലി മേടിക്കാനായിട്ട് ഞാനിവിടെ വന്നിട്ട് കൂലി മേടിച്ചുകൊണ്ട് പോയ കാലമുണ്ട്. ആ കാലത്തൊക്കെ അളക്കാൻ വേണ്ടി മാത്രം 3-4 പേര് നിൽക്കുക. ഒരു 100 വള്ളമെങ്കിലും കാണും ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലത്ത്. കൊച്ചു വള്ളങ്ങളും വലിയ വള്ളങ്ങളും എല്ലാമായിട്ട് അങ്ങനെ പോയൊരു സ്ഥലമായത്. പക്ഷേ ഇപ്പം അതിൻ്റെ പ്രൗഢിയും പ്രസക്തിയും എല്ലാം പോയി. ഈ കെട്ടിടമൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്നതിൽ വിഷമമുണ്ട്. അതങ്ങനെ നശിച്ചു പോകുന്നതിൽ നമ്മുടെ സർക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തൊരു വലിയ മനുഷ്യനായാൽ അയാളുടെ ഒരു പടം പോലും ഇവിടെയൊന്നുമില്ല. അതാരും നാട്ടിലാരും അതിന് മുതിർന്നില്ല. അതുകൊണ്ട് മാത്രം അതങ്ങനെ വന്നുമില്ല.
ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ആളുകളെ തീറ്റിപ്പോയിട്ട് ഒരു വലിയ മനുഷ്യൻ. ഒരു വലിയ കഥയാണ്. പുള്ളിയുടെ ഒരു കായലിൽ 2 കല്ലറ അടക്കമുള്ള ഒരു പള്ളി പണിതിട്ടുണ്ടായിരുന്നു, പുള്ളിക്കും ഭാര്യയ്ക്കും കിടക്കാൻ. പക്ഷെ കിടന്നത് പൊതു ശ്മശാനത്തിലാണ്. അത് ഇവിടെ അല്ല, തിരുവനന്തപുരത്താണ്. വിധി അങ്ങനെ പുള്ളിയെ കൊണ്ട് എത്തിച്ച്. എല്ലാതാണല്ലോ, വിധിയാണല്ലോ ഇതിനെല്ലാം കാരണമായി വരുന്നത്, മൂല കാരണം. എനിക്ക് കാവാലത്തിൻ്റെ ഈ അടുത്തിറങ്ങിയ കുറച്ച് സിനിമകൾ വെച്ചിട്ടുള്ള ചരിത്രം മാത്രമേ എനിക്കറിയത്തുള്ളൂ. പക്ഷേ കാവാലത്തിന് ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ ഒരുപാട് വർഷം മുൻപത്തെ ചരിത്രം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മുടെ കൂടെ ശശിചേട്ടൻ ചേരുന്നുണ്ട്. ചേട്ടൻ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ശശി. ശശിചേട്ടൻ ചെറിയ തോതിലൊക്കെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് താനും. അപ്പം ഇവിടുത്തെ ഒട്ടുമിക്ക സിനിമാക്കാരുടെയും സിനിമകളുടെയും കഥ ശശിചേട്ടൻ അറിയാം. നമുക്ക് മറ്റ് വിശേഷങ്ങളെല്ലാം നമുക്ക് ശശിചേട്ടനോട് ചോദിച്ചറിയാം. ചേട്ടൻ ഇപ്പോൾ ഇവിടെ എത്ര നാളായി? ഞാനിവിടെ എത്ര നാളായെന്ന് ചോദിച്ചാൽ എനിക്ക് 66 വയസ്സുണ്ട്. അതിനോടൊക്കെ ഇവിടെ നടന്നിരിക്കുന്ന സിനിമകളും കാര്യങ്ങളും ഇങ്ങനെ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ ഒരു പാലമുണ്ട്. ഈ പാലത്തിൻ്റെ ഈ ലൊക്കേഷന് വേണ്ടി ഒരുപാട് ഷൂട്ടിങ്ങുകാരും സിനിമ ലൊക്കേഷൻകാരും വന്ന് നോക്കി അങ്ങനെ ഇവിടെ പുതിയതായിട്ടൊരു പാലം അവിടെ പണിത്. അതുകൊണ്ട് അവിടെ ഷൂട്ടിങ് നടന്ന് അങ്ങനെ എത്ര പടങ്ങളുണ്ട് അത്രയും പടം പിടിച്ച് ആ നടന്മാരുടെയും നടികളുടെയും എല്ലാം പേര് പറയാം. ഈ കടയുടെയൊക്കെ എത്ര നാളായി? ഈ കടയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇട്ടിട്ട് പോയിട്ട് ഒരു 10 വർഷത്തിൽ കൂടുതലായില്ല. അന്ന് എല്ലാ സാധനങ്ങളും ഇവിടെ ആയിരുന്നു. പലചരക്ക് കട ഉണ്ടായിരുന്നു, ബാർബർ ഷോപ്പ് ഇപ്പോഴും ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ തേരപ്പാര കോട്ടയം മാന്നാറ് ബോട്ട് ഓടിക്കൊണ്ട സ്ഥലമാണ്. ബോട്ട് സർവീസ്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇവിടെ തന്നെ ഈ മൂല കൊണ്ട് തന്നെ നടന്നാണ്. ആദ്യം ഈ കാവാലത്ത് വന്ന് പിടിക്കുന്ന കാവാലം ചുണ്ടൻ എന്ന് പറഞ്ഞൊരു പടമായിരുന്നു ആദ്യം ഇവിടെ പിടിച്ചുകൊണ്ട്. കാവാലത്തെ ആദ്യത്തെ സിനിമ കാവാലം ചുണ്ടൻ എന്ന് പറയുന്നത് ആ സിനിമയാണ് ഇവിടെ പിടിച്ചോണ്ടിരുന്നത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അത് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പടം പിടിച്ച് സിംഹാസനം പടം സിംഹാസനം. അന്നത്തെ കാലത്ത് ആ സിനിമയ്ക്കകത്ത് അഭിനയിച്ചത് സത്യനായിരുന്നു, സത്യമാഷ്. അത് കഴിഞ്ഞ് പിന്നെ പടം പിടിക്കാനായിട്ട് വന്നത് മധു. ഇപ്പോഴത്തെ ജീവനോടിരിക്കുന്ന പ്രായം ചെന്ന കൂട്ടത്തിൽ ഏറ്റവും ജീവനോടിരിക്കുന്ന ഒരു നടൻ, സിനിമാ നടൻ മധു. അത് കനകദുർഗ പുള്ളിയുടെ പെങ്ങള്, നന്ദിതാ ബോസ് പുള്ളിയുടെ നായകി. ഇപ്പോൾ എൻ്റെ വള്ളത്തിൽ അതിലൊരു പാട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഒട്ടേറെ പടങ്ങൾ പിടിച്ച് ലാസ്റ്റ് ഇവിടെ വന്ന് പിടിച്ചൊരു പടം ഈ വെനീസിലെ വ്യാപാരി കഴിഞ്ഞ് പിന്നെ ഒരുപാട് പടങ്ങളുണ്ട്, അതിൻ്റെ എല്ലാം പേര് പറയാം. അത് കഴിഞ്ഞ് ഇവിടെ ആയിരപ്പറയ്ക്കകത്ത് മമ്മൂട്ടി ഇവിടെ വന്ന് ആയിരപ്പറ. മമ്മൂട്ടി ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നാട്ടുകാരൊക്കെ എങ്ങനെ എല്ലാവരും പിന്നെ ഭയങ്കര ജനക്കൂട്ടമല്ലേ അന്ന്. ആയിരപ്പറ സിനിമ പിടിക്കെന്ന് പറഞ്ഞാൽ ചാലയിൽ എന്ന് പറയും. ഇവിടുത്തെ ഏറ്റവും വലിയ തറവാടാണ്. മുരിക്കനും ചാല എന്ന് പറഞ്ഞാൽ ഇവിടെ 2 തറവാട്ടുകാരാണ് പഴയ പാരമ്പര്യമായിട്ടുള്ളത്. അപ്പോൾ അവർ ഇപ്പോൾ ചാലയിലേക്ക് സെറ്റിട്ട് ഞങ്ങൾ കായലോരങ്ങളിലാണ് ഇത് പോയി സെറ്റ് ചെയ്ത് പിടിക്കുന്നത്. ഈ സിനിമക്കാർക്ക് ഇവിടെ വരുന്ന സമയത്ത് ഇവരുടെ ആഹാര രീതികളൊക്കെ ഫുഡ് ഇവിടെ ആയിരപ്പുറ പിടിക്കാൻ വന്നപ്പോഴത്തേക്ക് ഫുഡ് സെറ്റിട്ടത് മുഴുവൻ ഇവിടെ മുരിക്കുമുട്ടിലാണ്. മുരിക്കുമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ തറവാട്. അങ്ങനെ അവിടെയാണ് ഇതിൻ്റെ ഫുഡുകളെല്ലാം ഉണ്ടാക്കുന്നത്. അതിനകത്ത് ആട്ടിറച്ചി വരെ അവർക്ക് വേണ്ടി കഴിക്കാനുള്ള ആട്ടിറച്ചി വരെ റെഡിയാക്കി കൊടുത്തവനാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇവിടെയാണ് സെറ്റിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിയുടെ രാവിലത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിന് മുന്നായിട്ട് 1 ഗ്ലാസ് പാല്, 2 പൂവമ്പഴം. ഇതാണ് പുള്ളി ഷൂട്ടിന് കയറുന്നതിന് മുന്നേ കൊടുക്കുന്നത്. 1/2 മണിക്കൂർ മമ്മൂക്കയുടെ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് കായലിൽ ചെന്നപ്പോൾ അവിടെ പുള്ളിക്ക് ഫുഡുമായിട്ട് വന്നിരിക്കുന്നത് 3 കുറ്റി പുട്ട്, 2 കൊഞ്ച് കറി, 3 താറാമുട്ട. പുള്ളിക്ക് ഏറ്റവും പ്രിയം പുട്ടാന്ന് പറയുന്നത് തന്നെ പുട്ട്. അത് പുള്ളിക്ക് പ്രത്യേക പുട്ടെന്ന് പറയുന്നത് നമുക്ക് സാധാ പുട്ടല്ല, മണിപ്പുട്ടെന്ന് പറയും. പരിപാടി അത് ഈ ഇടിയപ്പ നാഴി കൊണ്ട് ഈ പുട്ടുകുറ്റിക്കകത്ത് കുത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന മണിപ്പുട്ടെന്ന് പറയുന്നത്. അതായത് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആഹാരത്തിൽ പെട്ടതാണ് മണിപ്പുട്ടെന്ന് പറയുന്നത്. അതാണ് പുള്ളിയുടെ പ്രാധാന്യ ആഹാരം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ, അതായത് പുള്ളി ഇവിടെ വന്നിരിക്കുന്ന 2 പടം പുള്ളിയുടെ. ഒന്ന് ഈ ആയിരപ്പറയും, ഒന്ന് വെനീസിലെ വ്യാപാരിയുടെ ഇവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ മുഴുവൻ ഇട്ടിരുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയാണ്, അവിടെ ഒരു വീടെടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ പോയാണ് ബാക്കിയുള്ള ലൊക്കേഷൻ മുഴുവൻ കഴിഞ്ഞു പോയത്. പുള്ളിയുടെ നായകി ദിലീപ് കെട്ടിരിക്കുന്ന കാവ്യമാധവൻ അവളാണ് അന്നത്തെ. ലാസ്റ്റ് ഞാനിവിടെ അഭിനയിച്ചെന്ന് പറയാനായിട്ട് നമ്മുടെ സുമാരി ചേച്ചി കുട്ടനാടൻ മാർപ്പാപ്പയ്ക്കകത്ത്, അതായത് അവിടെ ഒരു ആനയെ കുളിപ്പിക്കുന്നു.
അവിടുന്ന് ചേച്ചിയെ കൊണ്ടുവന്ന് ഞങ്ങൾ വള്ളത്തിലൊരു പാട്ട് സീനറി ഉണ്ട്. അല്ലാതെ പുള്ളിപ്പുലി ആട്ടുംകുട്ടിക്കകത്താണ് ലാസ്റ്റ് ഘട്ടത്തിൽ പുള്ളിപ്പുലി ആട്ടുംകുട്ടി കുഞ്ചാക്കോവൻ്റെ ആ പടത്തിനകത്താണ് സുകുമാരി ചേച്ചി ഇവിടെ കൊണ്ടിറക്കുന്നു. എനിക്കൊരു 5000 രൂപ പാരിതോഷികമായിട്ട്. അപ്പോൾ വള്ളത്തിൽ ഞാൻ തുഴഞ്ഞു കൊണ്ടിരുന്നൊരു ഭാഗമാണ് ഉറോള. അപ്പോൾ അന്നേരം ചേച്ചി ഒരായയുടെ കയ്യിൽ നിന്ന് ഈ ജെട്ടികൾ കൊണ്ട് ഞാൻ കയ്യെ പിടിച്ചിറക്കുമ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു 5000 രൂപ എനിക്ക് പാരിതോഷികമായിട്ട് തരുന്നു. അങ്ങനെ ആ കാശ് മേടിച്ച് സന്തോഷമായിട്ട് ഗുഡ് ബൈയും പറഞ്ഞ് പോയി. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി മരിച്ചും പോയി. ഈ പാലത്തിന്റെ കാര്യം ചോദിച്ചോട്ടെ. ഈ പാലം അതായത് കാവാലം പഞ്ചായത്തായിട്ട് ആദ്യം വെക്കുന്നത് മുരിക്കനാണ്. ഇതായിരുന്നു പഞ്ചായത്ത് ഇതായിരുന്നു ബിൽഡിങ്. അപ്പുറത്ത് പോസ്റ്റ് ഓഫീസ്, ഇത് പഞ്ചായത്ത്. അപ്പം ഈ പാലം പണിതിരിക്കുന്ന എത്ര വർഷമാണെന്നുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. ഏതാണ്ട് ഒരു 73 വർഷം പഴക്കമുള്ളൊരു പാലമാണ്. ഈ പാലം ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ, ഒരുപാട് ആൾക്കാർ വന്ന് ഇതിൽ ഇപ്പോഴും ഷൂട്ടിങ്ങിന് ഒറ്റ ദിവസമെങ്കിലും ഒരു കല്യാണം കഴിച്ചവരാണേലും ഷോട്ട് എടുക്കാതെ പോകത്തില്ല. അതുപോലുള്ളൊരു സ്ഥലമാണിത്. അതായത് കാവാലത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗം ആശുപത്രി, പഞ്ചായത്ത്, പോസ്റ്റ് ഓഫീസ്, സിനിമാ കൊട്ടക എല്ലാം ഇവിടെ കൊണ്ട് മലയാള സിനിമയിലെ വലിയൊരു ഭാഗമായിരുന്നല്ലേ കാവാലം എന്ന് പറയുന്നത്. ഇപ്പോഴും ഇവിടെ വന്ന്, അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇവിടെ ശല്യങ്ങളൊന്നുമില്ല, ആർക്ക് വേണേലും വന്ന് ഷോട്ട് എടുക്കാം. ഇന്നിപ്പോൾ ഇവിടോട്ടൊരു ഫിലിമായിട്ട് അല്ലെ ഒരു ക്യാമറ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ അങ്ങ് ഇറച്ചി കയറുക. അതായത് അവരെ ക്രൂശി കയറ്റി കാശ് മേടിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ ആൾക്കാർ. ഭൂരിപക്ഷം ആൾക്കാർ പണ്ട് ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു ചെറിയ പ്രശ്നമായെന്നൊക്കെ പറയാം. ഇവിടെ ഒന്നും ഒരു വിഷയം ഉണ്ടായിട്ടില്ല. പുള്ളിയുടെ അടുത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു നടന്മാരുടെ അടുത്ത് ഒരു സെൽഫി എടുക്കാനാണെങ്കിൽ നമ്മളിവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം. പുള്ളിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് കലിപ്പാണ്. ഷോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണെങ്കിലും പുള്ളിയോട് എന്തെങ്കിലും 1-2 പ്രാവശ്യം എടുത്ത് ഒരു കാറ്റത്തൊക്കെ വലിയ വള്ളത്തിലോട്ട് കയർ കെട്ടി വെച്ചിട്ട് കാറ്റത്തൊക്കെ ഷോട്ട് എടുക്കുക. ഒരു 10 പ്രാവശ്യമായി കഴിയുമ്പോൾ പോടാന്ന് പറഞ്ഞു. അതായത് പുള്ളിയുടെ ആ ഒരു കലിപ്പ്. അപ്പം വള്ളത്തിന് അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ പൊറോട്ട് കട്ടെന്ന് പറയുമ്പോൾ പൊറോട്ട് പിടിച്ചാൽ ഇത് ഷടയിൽ നിന്ന് പിടിച്ചാൽ കിട്ടുന്ന സാധനമല്ല. നമ്മൾ ഈ കഴുക്കോലാണ് ഇത് നിയന്ത്രിക്കുന്നത്. പുള്ളി പറഞ്ഞു ഇത്രയൊക്കെ എടുത്താൽ മതി എന്ന് പറഞ്ഞ് തട്ടിക്കയറുന്ന ഒരു മനുഷ്യൻ. സിനിമാടന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മനുഷ്യനോട് ബന്ധമില്ലാത്ത ഒരു മനുഷ്യൻ പുള്ളി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇവിടെ ജയറാവും വന്ന് നമ്മൾ പൊന്നുപോലെ. അതുപോലെ തന്നെ കൊല്ലത്തുനിന്നും അതിനപ്പുറത്തുനിന്നും ഒക്കെ ഒരു സിനിമാടൻ വന്നായിരുന്നു. പുള്ളിയുടെ പേര് പറയാം തമിഴ്നാടൻ വിജയ് സേതുപതിയുടെ ഒരു പടം. അത് ഇതുപോലെ ഞങ്ങളെ വള്ളത്തിൽ ഇഷ്ടം പോലെ ആൾക്കാർ, എവിടുന്നല്ല ആൾക്കാർ വരുന്നത് ഞങ്ങൾക്ക് തന്നെ ലക്കുംപെടുത്തിയില്ല. അതായത് ഇത്ര സിനിമാ നടന്മാരുടെ കൂട്ടത്തിൽ ഇത്ര ഒരു നല്ല മനുഷ്യൻ ഈ ലോകത്തില്ല. അതായത് എനിക്കൊരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറഞ്ഞത് ഒരു 10,000-3000 രൂപ പുള്ളിക്ക് സെൽഫി എടുക്കാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് മാത്രം കിട്ടും. അതായത് വെറും കൂളായിട്ട് സിനിമാടന്മാരുടെ കൂട്ടത്തിൽ വെറും കൂളായിട്ട് എന്ന് ആരെ കണ്ടാലും കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഈ തമിഴ്നാടന്മാരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു മനുഷ്യനാണ്. ആർക്ക് വേണമെങ്കിലും എപ്പം വേണം സംസാരിക്കാം, എപ്പം വേണം പറയാം. അതുപോലെ തന്നെ ഒരു മനുഷ്യനാണ് ജയറാം എന്ന് പറയുന്നത്. മോഹൻലാൽ വന്നിട്ടില്ല. മോഹൻലാൽ ആയിരപ്പുറം നടക്കുമ്പോഴത്തേക്ക് ഇവിടെ രാത്രി 12 മണിക്കൊന്ന് വന്ന് ചുമ്മാ പുള്ളി വന്ന് ആ ചാലപ്പുരയുടെ ഒന്ന് കണ്ടിട്ട് പുള്ളി അങ്ങ് പോയി. ജനങ്ങളുടെ ശല്യം കൊണ്ട്. 1954 പിണന്ന പാലമാണിത്. ചേട്ടാ ഇവിടെ ആദ്യം ഈ പാലം ഉപയോഗിക്കുന്ന സിനിമ സിനിമ കരിമാടിക്കുട്ടൻ മണിച്ചേട്ടന്റെ. ഇതാണത് 1954 പിണന്ന പാലമാണ്. ഇപ്പൊ 2025. പറഞ്ഞു മനസ്സിലായി. അന്ന് ഞങ്ങൾക്ക് ഓർമ്മയായിട്ടില്ല, ഞങ്ങൾ ജനിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ. കരിമാടിക്കുട്ടന് ശേഷം പിന്നെ ഇത് വെന്നീസിലെ വ്യാപാരിക്കകത്ത് അതിനകത്ത് ഇതിലെ ഒത്തിരി ആൾക്കാർ അക്കരെ കടമുറികൾ പണിതായിരുന്നു. ഒരുപാട് സാധനങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാലത്തിൽ കൂടെ ആദ്യ രാത്രിയിൽ ബിജു മേനൊക്കെ ഇറങ്ങി പോകുന്ന സീനുകളും അത് ഇതിലെയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സലീം കുമാറൊക്കെ ഇതുവഴി ഇറങ്ങി മറ്റേ വെനീസിലെ വ്യാപാരിക്കകത്ത്. അതായത് ഇപ്പം നമ്മുടെ ഇവിടെ നടന്ന കൂട്ടത്തിലേക്ക് നിങ്ങൾ പറഞ്ഞ് പടം പിടിച്ചത് അവിടെ കുട്ടനാടന്മാർ പാപ്പ ആ ഇത് മാത്രമായിരുന്നു. ബാക്കി അതിന്റെ സെറ്റും മുഴുവൻ ഇട്ടിരുന്നത് കൊമരങ്കയിലൊരു പള്ളിയായിരുന്നു. കൊമരങ്കയിലൊരു പള്ളി. ആ പള്ളി ഇപ്പോഴും ഉണ്ടോ? ആ പള്ളി എല്ലാം പൊളിച്ചു കളഞ്ഞ പുതിയ സെറ്റ് ഇട്ടതായിരുന്നു. ഇവിടെ അത്രേ ഭാഗം എടുത്തുള്ളൂ. അതായത് ഒരു ബാക്ക്ഗ്രൗണ്ട്. എനിക്ക് തോന്നുന്നു ആമേൻ സിനിമയിൽ ഇവിടെ വെച്ചായിരുന്നു. ഫഹദ് ഫാസിലൊക്കെ ഇതുവഴി പോകുന്ന ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കയറി ഇറങ്ങി പോകുന്ന അതൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളെ ലൊക്കേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വള്ളത്തിൽ ഇപ്പോൾ ഒരു ഷോട്ട് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളമായിട്ട് അവരങ്ങ് ആയിട്ട് നടന്നേക്കുകയാണ്.
ഈ പാലം പ്രധാന ഒരു ഘടകമല്ലേ ഈ സിനിമ? ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇപ്പം പഴയ കാലത്തുള്ള ഒരു പാലം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാലമായിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം 54 പണിഞ്ഞ 54 പണിത 1954 പണിത പാലമാണ്. ഇപ്പോഴും ഇതിൻ്റെ മെയിൻ്റെനൻസുകൾ ചെയ്തിട്ടിരിക്കുക. കരിമാടിക്കുട്ടനിലാണ് ആദ്യമായിട്ട് ഈ പാലം യൂസ് ചെയ്യുന്നത്. കരുമാടിക്കുട്ടനകത്ത മണിച്ചേട്ടൻ്റെ ഓട്ടോ പരിപാടി. അത് തന്നെ. ഇതാണ് ഈ പാലമാണ് മെയിൻ ഘടകം. അങ്ങനെ ഒരുപാട് സെറ്റിങ്സ്, ഒരുപാട് കയറി ഇറങ്ങിയ പാലങ്ങളാണ്. എല്ലാ ഷോട്ടിനകത്തും ഈ പാലം കാണിക്കുന്നുണ്ട്. അതായത് ഈ കണ്ണെഴുതിപ്പൊട്ടും തൊട്ടതിനകത്ത് അവിടെ ഒരു പാലം സെറ്റ് ചെയ്തായിരുന്നു. ചൂളക്കമ്പേൽ അവിടുന്ന് അങ്ങനെ ആ മൂലയിൽ നിന്ന് നേരെ ത്രൂ ഒരു പാലം അവിടെ സെറ്റ് ചെയ്തായിരുന്നു. ആകെ പിന്നെ പൊളിച്ചോളാം. അതെല്ലാം പൊളിക്കുമായിരുന്നു. അതെല്ലാം ഫ്ലൈവുഡ് കൊണ്ട് താൽക്കാലികം ഉണ്ടാക്കിയതായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ 2 നില കെട്ടിടം ഉണ്ടാക്കിയായിരുന്നു. വെനീസിലെ വ്യാപാരിക്കകത്ത് ഇവിടെ 2 നില കെട്ടിടം ഉണ്ടാക്കിയായിരുന്നു. കെട്ടിടമായിട്ടുണ്ടാക്കിയത് 2 നില. അപ്പോൾ ഒരുപാട് ആൾക്കാർ കയറുന്നില്ലെങ്കിലും അത് ലാസ്റ്റ് ഞാൻ തന്നെ പൊളിച്ചെടുക്കുകയായിരുന്നു. പിന്നെ അപ്പുറത്തൊരു ബാങ്കിനുള്ള സ്ഥലങ്ങൾ. ഇതിന്റെ നേരെ ബാക്കിൽ തിയേറ്റർ ഉണ്ടെന്ന് പറയുന്നത്. തിയേറ്റർ ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് തിയേറ്ററാ. അതിന്റെ ആ കിടക്കുന്ന നീളം ഒരു തിയേറ്ററാണ്. ആ തിയേറ്ററൊക്കെ പണിയുന്ന സമയത്ത് അത് ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഓർമ്മയുണ്ട്. അതായത് കുറെ സൈക്കിൾ അജ്ഞം അവിടെ പല പരിപാടിയായിട്ട് നടന്ന്. അവിടെ ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ഭാര്യ സിനിമ. ഏത് വർഷം? എൻ്റെ കുഞ്ഞിലെന്ന് പറയുമ്പോൾ എനിക്കൊരു 6 വയസ്സിൽ കൂടുതലില്ല. അന്നത്തെ കാലത്ത് അത്രേ ഓർമ്മയേ ഉള്ളൂ. അന്ന് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇവിടെ തിയേറ്റർ വന്ന് പണിയുന്നത്. അമ്പലപ്പുഴക്കാരൻ കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് ആ സിനിമ കൊട്ടകയുടെ മുഖ്യ ആള്. അത് കഴിഞ്ഞ് പിന്നെ 4-5 കൈകൾ മറിഞ്ഞ് അങ്ങനെ അതേ അങ്ങ് പോയി. ഈ കെട്ടിടം ഇപ്പം ആരുടെ? മുരുക്കൻ്റെ. ഇപ്പോഴും മുരുക്കൻ്റെ ഇപ്പം അതായത് കുടുംബമാണോ ഇപ്പം ഇതെല്ലാം? കുടുംബമല്ല, ഇത് പല വീതമായി പോയി. ഇപ്പൊ കുടുംബം എന്ന് പറഞ്ഞാൽ ആ കാണുന്ന പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 100-500 പേരിൽ കൂടുതൽ അവിടെ കിടന്ന് പണിതുകൊണ്ടിരിക്കുന്ന രായും പകലും ത്രൂവായിട്ട് പണിയാണ്. അതായത് ഈ 3-4 കായൽ സ്വന്തമായിട്ടുള്ളതുകൊണ്ട്. കായൽ സ്വന്തമായിരുന്നു. സ്വന്തമായിട്ട് പുള്ളി കുത്തിച്ചെടുത്ത. അപ്പോൾ ആ കുത്തിയെടുത്തതിൻ്റെ ഫലമായിട്ട് പുള്ളിക്ക് അവിടെ കായലിൽ ഒരു പള്ളി പണിതിട്ടിട്ടുണ്ട്. ചിത്തിരപ്പള്ളി എന്ന് പറയും. ആ ചിത്തിരപ്പള്ളി പണിയാനായിട്ട് അവരെ ഭാര്യയും ഭർത്താവും കൂടെ അവിടെ അടക്കാൻ വേണ്ടി അവർ 2 കല്ലറ പണിതിട്ട്. പക്ഷേ അവർ തിരുവനന്തപുരത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവരെ ആ കല്ലറയ്ക്കകത്ത് അടക്കാൻ പറ്റിയിട്ടില്ല. കരിമാടിക്കുട്ടൻ്റെ സമയത്ത് മണിച്ചേട്ടനുമായിട്ട് കൂടുതലായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഷോട്ടിനിടയ്ക്ക് എന്നോട് പറയാം നമുക്ക് മധുരക്കള്ള് വേണം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പോയി അവർക്ക് വേണ്ടി പ്രത്യേകം ഷാപ്പിൽ നിന്ന് ചെത്തുകാരുടെ കള്ള് ചെത്തിക്കൊണ്ട് വരുന്ന പാടെ മേടിച്ച് അവർക്ക് കൊണ്ട കൊടുക്കും. ഒതുക്കത്തിൽ അവർ കഴിക്കും. അതായത് കഴിക്കുന്ന പറഞ്ഞാൽ നടന്മാരുടെ കൂട്ടത്തിൽ ഓപ്പണായിട്ട് കഴിക്കുന്ന ഒന്ന് കലാഭവൻ മണി, ഒന്ന് മണിയമ്പിള്ള രാജു. മണിയമ്പിള്ള രാജുവിന് ആമയിറച്ചിയും കള്ളും മതി. അതിനായിട്ട് മാത്രം എന്നെ നിർത്തിയിരിക്കുക. അത് ഇവിടെ ഷാപ്പുകളിൽ നിന്ന് മേടിക്കും പുള്ളിക്ക് വേണ്ടി മാത്രം. ആമയിറച്ചിയും കള്ളും ആയിരുന്നു പുള്ളിയുടെ പ്രാസാദനം. ഫുഡിനോടെന്ന് പറഞ്ഞാൽ ഇത് മേടിച്ചേണ്ട കൊടുത്തില്ലെങ്കിൽ പുള്ളി എന്നോട് മിണ്ടത്ത് പോലും ഇല്ലെന്ന്. അതുപോലെ തന്നെ മദ്യപിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. വണ്ടിയാശ്ശേരി ഇപ്പോഴും മരിക്കാതെ കിടക്കുന്ന ജഗതി ശ്രീകുമാറും മദ്യപിക്കുന്നതിനകത്ത് യാതൊരു ദാക്ഷിണ്യവും ഇല്ലായിരുന്നു. അവർക്ക് മധുരക്കള്ളെന്ന് പറയുമ്പോൾ അവരുടെ ജീവനായിരുന്നു. പുള്ളിക്ക് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മധുരക്കള്ള കുടിക്കുന്ന ഒരു മനുഷ്യനും കൂടെ ഉണ്ട്, ഒരു നടൻ. അതായത് സിനിമാ നടന്മാരുടെ കൂട്ടത്തിൽ മെയിൻ പുള്ളി ജയറാമും ഒരു കടുക്ക കള്ളം കൊണ്ട് കൊടുത്താൽ ആ ഒരു ചുരക്കൊടുക്ക കള്ളും പുള്ളി കഴിക്കും. ഞാൻ ഉറും പരിച്ച് കൊടുത്തോണം പുള്ളി കഴിക്കും. അങ്ങനെ ഇവരെല്ലാം പോകുമ്പോഴും എനിക്ക് പാരിതോഷികം തന്നിട്ടേ പോകത്തുള്ളൂ. എനിക്ക് ശമ്പളം പറഞ്ഞാണ് ഞാൻ ഇവരുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ഈ വള്ളത്തിലെ ലൊക്കേഷൻ മുഴുവൻ എനിക്കാണ്. അപ്പോൾ ഇവരെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈ ഷോട്ടെല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർ പോയി ലാസ്റ്റ് പോകുമ്പോൾ എനിക്ക് തരും. സിനിമാ നടന്മാരാര് വന്നാലും എനിക്ക് എന്തെങ്കിലും പാരിതോഷികമായിട്ട് തരും. അത് ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ ഈ അവരുടെ ഓരോ ലൊക്കേഷൻ സാധനങ്ങളിട്ട് അതെല്ലാം നമ്മൾ രാത്രി സൂക്ഷിക്കണം, പകൽ സൂക്ഷിക്കണം. എനിക്ക് ശമ്പളം പറഞ്ഞാൽ നിൽക്കുന്നത്. എനിക്ക് പിന്നെ ഫുഡെന്ന് പറയുമ്പോൾ അവരുടെ കൂടെ നടക്കുന്നതിന് ഫുഡിന് കുഴപ്പമില്ല. പോകാൻ നേരത്ത് എൻ്റെ ശമ്പളം എനിക്ക് അന്നന്ന് ശമ്പളം വേണേൽ അന്നന്ന് തരും. അത് വാങ്ങിച്ചാൽ ഒപ്പിട്ട് കൊടുത്താൽ അന്നന്ന് എനിക്ക് ശമ്പളം തരും. അല്ലാത്ത കാര്യങ്ങളെല്ലാം ബാക്കി പോകുമ്പോഴത്തേക്ക് എല്ലാവരും പുറത്തു പറയും. അതെല്ലാം സെറ്റിങ്സാണ്. അല്ലാതെ നമ്മളെ ഒരു കൂടെ നിൽക്കുന്ന ഒരു പണിക്കാരനെ ബുദ്ധിമുട്ടിച്ചിട്ട് അവർ പോയിട്ടില്ല, നമ്മളെ സങ്കടപ്പെടുത്തി പോയി. പണ്ട് നടന്മാർക്കൊക്കെ ഇവിടെ ഹൗസ് ബോട്ടുകൾ ഉണ്ടെന്ന് പറയുന്നത് ഉള്ളതാണോ? സിനിമാ നടന്മാരുടെ കൂട്ടത്തിൽ ഹൗസ് ബോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഒന്ന് വെനീസ് ഇത് പുള്ളിപ്പുലി ആട്ടുംകുട്ടി, അതായത് കുഞ്ചാക്ക ബോബൻ, അവർക്ക് വേണ്ടി ഒരു ഹൗസ് ബോട്ട് കൊണ്ടുവന്നു. അവർക്ക് വേണ്ടി മാത്രം. അതുപോലെ മമ്മൂട്ടി വരുമ്പോൾ മമ്മൂട്ടിക്ക് ഇരിക്കാനും കിടക്കാനും ശകലം നേരം വിശ്രമിക്കാനും ഹൗസ് ബോട്ട് വേണം. വേറെ ഏത് നടന്മാരും വന്നാലും അവർക്ക് എല്ലാം ടൗൺ ഏരിയയിൽ റൂം കൊടുക്കും. അല്ലാതെ ഇങ്ങോട്ട് ഇവർ രണ്ടുപേരും വന്നാൽ മാത്രമേ
ഇവർക്ക് ഹൗസ് ബോട്ടിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ അന്നത്തെ കാലത്തൊക്കെ ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോഴത്തേക്ക് അതായത് ഒരു ശല്യങ്ങളില്ല, എന്ത് സാധനങ്ങൾ വേണേലും കൊണ്ട് സ്വന്തമായിട്ട് ഇപ്പം ഞാൻ കൂലിക്ക് നിൽക്കുന്നതായിരുന്നു, എനിക്ക് ഇറക്കാം. ഇന്നിപ്പം ആരെങ്കിലും ഒരു ഷൂട്ടിംഗ് കാര്യം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സാധനം എടുത്ത് വെക്കണേ ചുമ്മാ ആയിക്കൊന്നും കാശ് കൊടുക്കണം. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവിടെ വേസ്റ്റ് ഇട്ട് ഇവിടെ വേസ്റ്റ് ഇട്ട് എന്നും പറഞ്ഞ് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് പഞ്ചായത്തിൽ നിന്ന് സാക്ഷ്യങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വിഷയങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. അതെ പറഞ്ഞു ഇത് പോകത്തൊന്നുമില്ല, ഇത് കൊള്ളാം, എൻ്റെ മേളം ജനങ്ങൾ കയറി ഇറങ്ങുന്നത്. ഇതിപ്പോൾ 50 75 കൊല്ലം പഴക്കമുണ്ട്. 75 കൊല്ലം പഴക്കമുണ്ട്. എനിക്ക് 66 വയസ്സല്ലേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ എല്ലാം ഷോട്ട് എടുക്കുന്ന സ്ഥലമാണ്. ഏതായാലും അതിനൊക്കെ അവർ വരുമ്പോഴത്തേക്ക് കാടും പടലും എല്ലാം വെട്ടിത്തെളിച്ച് നല്ല ക്ലീൻ ആക്കി ഇടുകയല്ലേ. ആരാ അതൊക്കെ ചെയ്യുന്നത്? അതൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കും, ഞങ്ങൾ കൂലിക്ക് ചെയ്യിക്കുന്നേ. അതായത് അവരിവിടെ വരുമ്പോഴത്തേക്ക് ഒരു സിനിമയുടെ ലൊക്കേഷൻ വരുമ്പോഴത്തേക്ക് ഒരാളെ ഇവിടെ എടുക്കുന്ന പോലെ നമുക്ക് ശമ്പളം പറഞ്ഞാൽ എടുക്കുന്നത്. അത് നമുക്ക് എന്നും അവരുടെ കൂടെ പണി, അത് നമുക്ക് ശമ്പളം കൃത്യമായി കിട്ടും. ചേട്ടാ, അപ്പം എനിക്ക് തോന്നുന്നു ആമേൻ സിനിമയിൽ അവരുടെ ബാൻഡ് സംഘം ഇവിടെ നിന്നായിരുന്നു പാട്ട് പരിപാടികളെല്ലാം. പാട്ട് പരിപാടി മുഴുവൻ ഇതിൻ്റെ മേളിലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഈ കെട്ടിടങ്ങൾ മുഴുവൻ ആ പാടെ ശകലം താഴ്ന്നിരിക്കുന്നതുകൊണ്ട് അന്നത്തെ കാലത്ത് ഒരു 19 പേര് കൂടുതൽ കയറ്റാൻ പറ്റുകയില്ലായിരുന്നു. അങ്ങനെ ഇപ്പം വർഷങ്ങൾക്ക് മുന്നേ പണിത കെട്ടിടമാണ്. അപ്പോൾ അതൊക്കെ ഉറഞ്ഞിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇവിടെ ആയിരുന്നു എനിക്കൊന്ന് ഫഹദ് ഫാസിലും മണിച്ചേട്ടനും എല്ലാവരും വന്നിരുന്നു. എല്ലാവരും ഇവിടെ വരുമായിരുന്നു. ഓരോ ഇതിന്റെ മുകളിലല്ലേ മേളി. അത് ഈ കെട്ടിടം മൊത്തത്തിൽ ഇപ്പം ഇങ്ങനെ കിടക്കുന്ന പോലെ അല്ലല്ലോ. ഓരോ ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഓരോ ഡിസൈൻ അടിക്കുന്നത്. ഇപ്പൊ ഈ പെയിന്റ് മാറ്റിയിട്ട് വേറൊരു പെയിന്റ് വേറെ ആൾക്കാർ വരുമ്പോൾ സെറ്റ് ഇടുമ്പോഴത്തേക്ക് അതിന് വേറെ ഒരു മോഡൽ കൊടുക്കുക. ആമയിലാണോ ആദ്യമായിട്ട് ഈ ബിൽഡിംഗ് യൂസ് ചെയ്യുന്നത്? അല്ലല്ല, പിന്നെ ആമയിലല്ല, അത് കരിമാടിക്കുട്ടനിലാണ്. അതായത് ഇവിടുന്ന് കയറി ഇങ്ങനെ വന്നിട്ട് മണിച്ചേട്ടനുമായിട്ട് ഇവിടെ അഭിമുഖമുണ്ട്. പുള്ളി ഒരു മുതലാളിയായിട്ട് അവിടെ ഇരിക്കും. അപ്പം ആ മുതലാളിയായിട്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും, പുള്ളി ആ കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ ഓരോ സംസാരങ്ങളും ഇതിനകത്തായിരുന്നു നടന്നത്. ഈ കെട്ടിടത്തിന് ഒരു എത്ര കാലം പഴക്കം കാണും ഏകദേശം? ഇതിനൊരു കുറഞ്ഞതൊരു 80 വർഷത്തെ പഴക്കം കാണും. 80 വർഷം. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യ രാത്രിയിൽ ബിജു മേനനും ക്ലബ്ബല്ലായിരുന്നു ഇത്? അവരുടെ ക്ലബ്ബ് അത് ഇവിടെ അല്ല, അത് മുറിക്കുമ്പോൾ അപ്പുറം ഒരു മുറിയുണ്ട്, ആ 2 നില കെട്ടിടം. അങ്ങനെയാ. അല്ല, ഇതൊരു എന്തോ ഒരു ക്ലബ്ബ് പോലെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഇല്ലില്ല. ജി സേതുപതിയുടെ പടങ്ങൾ ഇവിടെ മേളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മാമനിതൻ എന്നാന്ന് തോന്നുന്നു പടത്തിന്റെ. അത് തന്നെ. കൂടുതലും അക്കരെയാണ് അതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. അക്കരയും പല സ്ഥലങ്ങളായിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു സ്ഥലം തന്നെ അല്ലല്ലോ. അപ്പം അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഇവിടെ നിന്ന് അങ്ങോട്ടും അറിയാം. പാലത്തിനപ്പുറയായിരുന്നു പുള്ളിയുടെ വീട്. താമസിക്കാനായിട്ട് പുള്ളിക്ക് ഷോട്ടിന് വേണ്ടി മാത്രം എടുത്തിരുന്ന ഒരു വീട് അവിടെ കിടപ്പുണ്ട് ഇപ്പോഴും. അവിടെ ആൾ താമസമുണ്ട്. പുള്ളിയുടെ ഷോട്ടിനെല്ലാം ഈ വള്ളത്തെ കൊണ്ട് കിടന്ന് ലാസ്റ്റ് പുള്ളി പോകാറായപ്പോഴത്തേക്ക് പുള്ളി വള്ളത്തായിരുന്നു ചോദിച്ചു ഞങ്ങളോട്. പിന്നെ പോലെ എന്നാ ഈ വള്ളത്തിൻ്റെ വാടക അത് സ്വന്തമാണോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇത് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വള്ളമാണ്, സ്വന്തമായിട്ടില്ല. പുള്ളി ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? തമിഴിലാണോ? പുള്ളി മലയാളത്തിൽ സംസാരിക്കും. മലയാളിയോട് മലയാളത്തിൽ സംസാരിക്കുക. അതായത് സിനിമാ നടന്മാരുടെ കൂട്ടത്തിൽ ഒഴുകി സംസാരിക്കുന്ന പുള്ളി മാത്രമേ ഉള്ളൂ. അതായത് അത്ര പാകതയോടുകൂടി ആ പുള്ളി നമ്മൾ ചോദിക്കുന്നതിൻ്റെ മറുപടികൾ പറയും. ഒരു സെൽഫി എടുക്കണമെന്ന് തോന്നിയാൽ അന്നേരം തന്നെ അവരെ വിളിച്ച് അടുത്തോട്ട് കൊടുക്കുക. പുള്ളി അങ്ങനെ എല്ലാവരുമായിട്ട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണത്. അത്ര താല്പര്യമാണ്. അപ്പം പുള്ളി പോകാറായപ്പോഴത്തേക്ക് ആ വള്ളത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് ഞാൻ പറയും ഇത്ര രൂപ ഒരു വള്ളം വേണമെങ്കിൽ 50,000 രൂപയുടെ ചെക്ക് എഴുതി അപ്പോഴേ തരിക വള്ളം മേടിക്കാൻ. അത്രയും ഒരു മനുഷ്യനാണ്. കൊടുത്തു. അതായത് ഇവിടെ വന്നിരിക്കുന്ന കൂട്ടത്തിൽ സിനിമാടന്മാരുടെ കൂട്ടത്തിൽ തന്നിരിക്കുന്ന ഒരു മനുഷ്യൻ. ഇത്രയും പാരിതോഷ്യം. കലാഭവൻ മണിയൊക്കെ വരുമായിരുന്നു. പക്ഷേ എന്തെങ്കിലും പോകുമ്പം ഞങ്ങൾക്ക് നക്കാപ്പിച്ചകളെ കിട്ടും. പക്ഷേ എനിക്കൊന്ന് മമ്മൂക്ക ഒരു വട്ടം വന്നപ്പോൾ ഇതുപോലൊരു വള്ളം ആർക്കോ കൊടുത്തെന്ന് പറയുന്നത്. മമ്മൂക്ക് ആ വള്ളമൊന്നും തന്നിട്ടില്ല. പുള്ളിയുടെ ഷോട്ടിലൊക്കെ ഞാൻ വള്ളത്തേക്ക് ഇരിക്കുമ്പോഴത്തേക്ക് പുള്ളി പറയാൻ വേണ്ടി ഞാൻ സ്വന്തമായിട്ട് തുഴഞ്ഞോളാം എന്ന് പറയും. പുള്ളി ആ സ്വന്തമായിട്ട് തുഴഞ്ഞ് തന്നെ ഷോട്ട് എടുക്കുക. അല്ലാതെ നമ്മളെ ആ കലയിലില്ല. നമ്മളിപ്പോൾ ഒരു വള്ളത്തെ കയറി തുഴയുന്നു, നമ്മളെ കാണിക്കുന്നില്ല, നമ്മളെ മുഖദൃഷ്ടി കൊടുക്കുന്നില്ല. അപ്പം പുള്ളി പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ട് തുഴഞ്ഞു വരുന്നൊരു ഭാഗമുണ്ട്, പുള്ളി വള്ളം തുഴഞ്ഞു വരുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തൊക്കെ പുള്ളി സ്വന്തമായിട്ട് ചേട്ടൻ ഇറങ്ങിക്കോ ഞാൻ തുഴഞ്ഞോളാം എന്ന് പറയും. എൻ്റെ ദൈവമേ. അപ്പം പിന്നെ പുള്ളി അത് തന്നെ ചെയ്യുന്നു. നമുക്ക് തന്നെ കാര്യം. പുള്ളി മാറിക്കഴിയുമ്പോൾ ഞാൻ വള്ളം മാറ്റി കെട്ടുന്നു. ഇപ്പം അത് നേരെ മറിച്ച് പെണ്ണുങ്ങളുമായിട്ടാണ് ഞാനൊരു ഷോട്ട് എടുക്കാൻ പോകുന്നെങ്കിൽ ചിലപ്പം സ്കൂളിൽ പോകുന്നതുകൊണ്ട് പാല് മേടിക്കാൻ പോകുന്നതുകൊണ്ട് ഇക്കരയ്ക്കോട്ട് പാല് മേടിക്കാൻ വരുന്നവരുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ തുടങ്ങി ഇക്കരയ്ക്കോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവരെ നമ്മൾ അക്കരെ ഇക്കരെ കയറ്റി ഇറക്കും. പക്ഷേ പുള്ളി സ്വന്തമായിട്ട് ഈ വള്ളത്തിൽ പുള്ളി തന്നെ കയറി ഇറങ്ങുക. നമ്മളെ വിട്ട് പിരിയുന്നതിന് മുൻപ് കലാഭവൻ മണിച്ചേട്ടൻ നമുക്ക് സമ്മാനിച്ചിട്ട് പോയ ഒരു ഗംഭീര സിനിമയും കഥാപാത്രവുമായിരുന്നു ആമീനും ലൂയി പാപ്പനും.
നമുക്ക് ഒട്ടും മറക്കാൻ പറ്റത്തില്ല. അത്രത്തോളം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു കഥാപാത്രമായിരുന്നു ലൂയി പാപ്പൻ്റെ. അതുപോലെ തന്നെ ഗീവർഗീസ് ബാൻഡും സോളമനും ആ സിനിമ മൊത്തത്തിൽ നമുക്ക് ഒട്ടും മറക്കാൻ പറ്റത്തില്ല. അപ്പം ഈ സിനിമ ഇത്രയും നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിക്കാനായിട്ട് പ്രധാന ഘടകം വഹിച്ച ഒരു സ്ഥലമായിരുന്നു കാവാലം എന്ന് പറയുന്ന ഈ ഗ്രാമം. ഇപ്പോൾ കാവാലത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമാണ്. കാരണം നമ്മൾ സിനിമകളിലെല്ലാം കണ്ടിരുന്ന മലയാള സിനിമയുടെ ഭാഗ്യ ലൊക്കേഷൻ എന്നെല്ലാവരും അഹങ്കാരത്തോടെ വിളിച്ചുകൊണ്ടിരുന്ന കാവാലം ഇന്ന് വല്ലാത്തൊരു ഗതിയിലാണ്. ഇവിടുത്തെ ഒട്ടുമിക്ക കെട്ടിടങ്ങളും പൊളിഞ്ഞ് നശിക്കാറായി കിടക്കുകയാണ്. മുരുക്കൻ രാജാവിൻ്റേത് എന്നറിയപ്പെടുന്ന ഈ കെട്ടിടമെല്ലാം ഇന്ന് നശിക്കാനായി കിടക്കുകയാണ്. ഈ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള കോവർട്ടി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ പോലും ഈ കെട്ടിടമെല്ലാം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്ന് പുനർനിർമ്മിക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്വം ആരും എടുത്ത് കാണുന്നില്ല. മലയാളത്തിൻ്റെ ഭാഗ്യ ലൊക്കേഷൻ എന്നറിയപ്പെട്ടിരുന്ന കാവാലത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ഇനിയും മുമ്പോട്ട് മറ്റൊരു ലൊക്കേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.